എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാനൊരു പുതിയ വെബ് സീരീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതൊരു അമേരിക്കൻ വെബ് സീരീസ് ആണ്. അപ്പോൾ ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഞാൻ അത് ഫുൾ കണ്ടു. അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ റിവ്യൂ പറയുന്നത്. സോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ സീരീസ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാനിത് റിവ്യൂ ആയിട്ടല്ല പറയുന്നത്. ഐ റെക്കമെൻഡ് ദിസ് സീരീസ് ടു യു. സോ ബാറ്റ്മാൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായ ഒരു വാക്കാണ്. നമ്മൾ കുറേ മൂവീസ് കണ്ടിട്ടുണ്ട്, നമ്മൾ കുറേ കാർട്ടൂൺസ് നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ്. ഇതിൽ ഈ മൂവീസിലെല്ലാം ഭയങ്കര പ്രഗത്ഭന്മാരായ പല ഹോളിവുഡ് ആക്ടേഴ്സും അഭിനയിച്ചു. ബെൻ അഫ്ലെക്ക്, ക്രിസ്ത്യൻ ബെയിൽ, ജോർജ് ക്ലൂണി, വാൽ കിൽമർ, മൈക്കൽ കീറ്റൺ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബാറ്റ്മാൻ എന്ന് പറഞ്ഞ മൂവീസ്. അതിലെ വില്ലൻസും അതിനനുസരിച്ച് ഭയങ്കര ഫേമസ് ആണ്. ബാറ്റ്മാൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ള വില്ലൻസാണ് ബാറ്റ്മാൻ കഥകളിലും നമ്മളൊക്കെ കണ്ടുപരിചരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ പെൻഗ്വിൻ നമ്മൾ മുമ്പ് ബാറ്റ്മാൻ സിനിമയിൽ നമ്മൾ ഡാനി ഡിവിറ്റോ ഒക്കെ പെൻഗ്വിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക, നോട്ടബിൾ ക്യാരക്ടറാണ്, നോട്ടബിൾ റോളാണ്, ഭയങ്കര ഒരു എന്താ പറയുക സ്ട്രോങ് ക്യാരക്ടറാണ് ആ സിനിമയിലൊക്കെ ചെയ്തത്. ആ സെയിം പെൻഗ്വിൻ എന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബാറ്റ്മാൻ്റെ ഒരു സൂപ്പർ വില്ലനാണ്. പുള്ളിക്ക് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല, പക്ഷെ ബുദ്ധി കൊണ്ടും പുള്ളിയുടെ ആൾബലം കൊണ്ടും അങ്ങനെ തന്ത്രങ്ങൾ കൊണ്ടൊക്കെ ബാറ്റ്മാനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക മുൻപന്തിയിലൊക്കെ നിൽക്കുന്ന ഒരാളായിട്ട്. ആൻഡ് ഹീ ഈസ് വെരി മീൻ, ഹീസ് കോൾഡ് ബ്ലഡഡ് കില്ലർ എന്നൊക്കെ പറയുന്ന അത്രയും കോൾഡ് ബ്ലഡഡ് ആണ് ഈ പെൻഗ്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അടുത്തൊരു സീരീസ് പുറത്തു വന്നിട്ടുണ്ട്. 8 എപ്പിസോഡ്സുള്ള ഈ സീരീസ് റിലീസ് ചെയ്തിരിക്കുന്ന HBO-ലാണ്. ചിലപ്പോൾ ഇത് ആമസോൺ പ്രൈമിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും കോളിൻ ഫാരൽ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ നടനാണ് ഈ സീരീസിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള പെൻഗ്വിൻ അല്ലെങ്കിൽ ഓസ്വാൾഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ക്രിസ്റ്റ്യൻ മിലോട്ടി. ഈ സിനിമയിൽ അവർ അഭിനയിക്കുന്ന ക്യാരക്ടർ പേര് സോഫിയ ഫാൽക്കോണി. ഈ 2 ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ ഷോ നിറയെ. കോളിൻ ഫാരൽ എന്ന് പറഞ്ഞൊരു നടൻ്റെ അഭിനയ ജീവിതത്തിൽ പുള്ളി പല ഫേമസ് ആയിട്ടുള്ള പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിരിക്കും. അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പറ്റിയുള്ള സിനിമയിൽ അതിൽ കോളിൻ ഫാരൽ എന്താ പറയുക മെയിൻ സ്ട്രീം സിനിമയിലേക്ക് ഒരു ഹീറോ, അതുപോലെ പല സിനിമയിലും പുള്ളി ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിൽ ഈ പെൻഗ്വിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി 3 മണിക്കൂറിൽ കൂടുതലാണ് ആ മേക്കപ്പ് ഇടാൻ വേണ്ടി പുള്ളിക്ക് എടുത്തിട്ടുള്ള സമയം. ഏകദേശം 3 മണിക്കൂർ. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം എക്സാക്ട്ലി റൈറ്റ് ഓർ നോട്ട്, ബട്ട് ഏകദേശം 3 മണിക്കൂറിനടുത്തോളം പുള്ളി ചിലവഴിച്ചിട്ടുണ്ട് ഈ ഒരു മേക്കപ്പ് ഇടാൻ മാത്രം, ഈ ഒരു പെൻഗ്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ മേക്കപ്പ് ഇട്ടിട്ട് പുള്ളി ഉടനീളം അഭിനയിക്കുന്നു. ഒപ്പം ഇത് കഴിഞ്ഞിട്ട് എടുത്തു. അങ്ങനെ ഡെയിലി ഈ ഒരു സാക്രിഫൈസ്, ഈ ഒരു റിഗറസ് പ്രോഗ്രാമിലൂടെ പോയിട്ടാണ് ഈ പുള്ളി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ദ പെർഫോമൻസ് ഈസ് അമേസിങ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഞാനത് വെറും വാക്ക് പറയല്ല ഗൈസ്, ഞാനത് ചുമ്മാ അടിച്ച് വിടുന്ന ഒരു സംഭവമല്ല. പെർഫോമൻസ് ഈസ് അങ്ങ് അറ്റത്തെ പെർഫോമൻസ്, ടോപ്പ് നോച്ച്. ഇത് നമ്മൾ പറയില്ല, നമ്മൾ ഈ റോബർട്ട് ഡീനീറോ അവരെയൊക്കെ സിനിമകൾ കാണുമ്പോൾ പറയല്ലോ, എന്താണ് അവർ അൽപാച്ചിനോടൊക്കെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ പറയില്ലേ എന്താണ് പെർഫോമൻസ്. അതേപോലെ ലെവലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളിയുടെ മാനറിസംസ്, ആ ക്യാരക്ടറിലുള്ള ഡെപ്ത്, പുള്ളിയുടെ നോട്ടം, കണ്ണുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു ചിരി, നടത്തം. ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട ആ പെൻഗ്വിനായിട്ട് മാറിയതിന് പുള്ളി ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ആ ക്യാരക്ടറിലേക്കുള്ള, അതിൽ ഈ പുള്ളി നടക്കുന്ന രീതി, പുള്ളിയുടെ കാലിൻ്റെ മുകളിലൊരു സംഭവം, ഒരു ഷൂ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഹാൻഡിക്യാപ്ഡ് പോലെയാണ്, അപ്പോൾ പുള്ളിക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ പുള്ളിയുടെ ഫേസിൻ്റെ മുകളിൽ മൊത്തം സ്കാർസും, ഒരു കാണുമ്പോൾ ആ പുള്ളി നടക്കുന്നതൊക്കെ വെച്ചിട്ടാണ് ഈ പെൻഗ്വിൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആടിയിട്ടുള്ള നടത്തം, അതൊക്കെ വളരെ എന്താണ്
അത് കാണണം, പെർഫോമൻസ് കാണണമെങ്കിൽ സീരീസ് നിങ്ങൾ കണ്ടിരിക്കണം. ഡാർക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഈ ഓസ്വാൾഡ് എന്ന ക്യാരക്ടർ, ഓസ്വാൾഡാണ് ശരിക്കും പെൻഗ്വിൻ എന്നവർ വിളിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒടുക്കത്തെ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഡാർക്ക്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചില സീനുകളിൽ നമ്മൾ ഇവരെ സ്നേഹിച്ചു പോകും. ചില സീനുകളിൽ നമുക്ക് ഇവരെ രണ്ടുപേരെയും എടുത്തിട്ട് വെടിവെച്ച് കൊല്ലാൻ തോന്നും. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ആക്ടേഴ്സും, ഈ ക്രിസ്റ്റീൻ മിലോട്ടി, നമ്മളെ കോളിൻ ഫാരലും. അപ്പോൾ പെർഫോമൻസ് വൈസ് ഇതിൽ ഒരാളെ പറ്റി നമുക്കിതിൽ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഈവൻ ആ ഗുണ്ടകളായിട്ട് വരുന്ന ആൾക്കാർ വരെ, ചെറിയ ചെറിയ ഈ ഒരു തുക്കട ഗുണ്ടകളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഹെഞ്ച്മാനൊക്കെ ആയിട്ട്, അവന്മാർ വരെ ഒടുക്കത്തെ അഭിനയമാണ്. കാരണം അത്രയും റിയൽ ടു ലൈഫ് ക്യാരക്ടേഴ്സിനെയാണ് അവർ ഈ സീരീസിൽ കൊടുത്തിരിക്കുന്നത്. ഒരു HBO നിങ്ങൾക്കറിയാം, അവർ ചെയ്യുമ്പോൾ ആ രീതിയിലേ ചെയ്യുള്ളൂ. ആ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് അവർ അതിൻ്റെ പുറകിൽ കൊടുക്കും. ഒരു സിനിമ ചെയ്യുന്ന ബഡ്ജറ്റാണ് ഒറ്റ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി അവർ ചിലവാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അതേ ലെവലിൽ തന്നെ ടെക്നിക്കലി ബ്രില്യൻറ്റ്, ഇതിൻ്റെ എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അതുപോലെ ഇതിലെ കളറിങ് ഇത് എടുത്തു പറയണം. ശരിക്കും ആ ഗോതം സിറ്റി, ആക്രാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീരീസ് ഇതിൽ ശരിക്കും ഈ ഓസ്വാൾഡ് എന്ന് പറഞ്ഞാൽ പെൻഗ്വിൻ്റെ, അവൻ എങ്ങനെയാണ്, ആ പെൻഗ്വിൻ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് മുന്നോട്ട് വലുതായി വന്നത്, ചെറുപ്പം കാലം തൊട്ട് എങ്ങനെയാണ് അവൻ ഈ ക്രൈമിൻ്റെ ലോകത്ത് അവൻ കിങ് പിൻ ആയത് എന്നാണ് ഈ സീരീസിൽ അവർ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ പാസ്റ്റും അവൻ്റെ ഒരു ഫാമിലി ലൈഫും അവൻ്റെ മദറിനായിട്ടുള്ള റിലേഷൻഷിപ്പും അവനൊപ്പം ചേർക്കുന്ന ഒരു പയ്യൻ്റെ കഥയും അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കോളിൻ ഫാരലിൻ്റെ അഭിനയം കൂടി ആകുമ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, സോഫിയ ഫാൽക്കോണി ആൻഡ് ഓസ്വാൾഡ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്വാൾഡിൻ്റെ കഥ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൽക്കോണി കുടുംബത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ എന്താ പറയുക ഒരു കയ്യാളായിട്ടാണ് വരുന്നത്. പിന്നെ അവൻ അവിടുന്ന് ഓരോ ചതിയിലൂടെയും വഞ്ചനകളിലൂടെയൊക്കെ അവൻ വളർന്നു വരുന്നതാണ് ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവനൊരു ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് നമ്മൾ കരുതുക, ഈ പെൻഗ്വിനെ നല്ലാക്കി കാണിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈസ് കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ഈ സീരീസിൻ്റെ അവസാനം നിങ്ങൾ കാണണം, അതിലൊരു രംഗമുണ്ട്, മച്ചു കാഡ്, അതൊരു ഭയങ്കര ഹേർട്ടിങ് സീനായിരുന്നു. ഹേർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ സീരീസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവനോട് കുറച്ച് സഹതാപം തോന്നും, ചില സമയത്ത് ഇഷ്ടം തോന്നും, ചില സമയത്ത് ഒരു ഹീറോ പരിവേഷം വരുന്നൊരു ഇത് വരും. അതുപോലെ തന്നെ മറ്റേ ആ സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോടും, ഇത് രണ്ടുപേരോടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്നേഹവും സഹതാപവും ഒരു ഹീറോയിസം എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് നമുക്ക് തോന്നും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇവർ കോൾഡ് ബ്ലഡഡ് കില്ലേഴ്സ് ആണെന്നുള്ളത് ആണ് അവർ കാണിക്കുന്നത് ആ ഈ ഒരു സീരീസിൽ. അത് ശരിക്കും അച്ചിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയാം. അത്രയും രസകരമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ഈ സീരീസിൽ. ഭയങ്കര രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീരീസാണ് പെൻഗ്വിൻ. ഐ ഹൈലി റെക്കമെൻഡ് യു ഗൈസ് വാച്ച് ദിസ്. ഡു നോട്ട് മിസ് ദിസ്. ഇതിൽ അങ്ങനെ വലിയ ന്യൂഡ് സീൻസോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും അധികം വലിയൊരു കോൾഡ് ബ്ലഡഡ് മേർഡേഴ്സ് കാണിക്കുമ്പോൾ അങ്ങനെ വലിയ ബ്ലഡ് ഷെഡൊന്നുമില്ല. ഇറ്റ്സ് ഓൾ ദെയർ ബട്ട് ടു എ മിനിമം. ഞാൻ ഭയങ്കര സംഭവമായിട്ടൊന്നും അത് കാണിക്കുന്നില്ല, പക്ഷേ എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഒരു മിനിമം ലെവലിലാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥയും കഥാപാത്രങ്ങളും അഭിനയവും ഇതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങളും അതൊക്കെയാണ്. ആ ഒരു ഗോതം സിറ്റി അവർ കാണിച്ചിരിക്കുന്നത്, അതും ഒരു ഫ്ലഡിന് ശേഷമുള്ള സംഭവമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓ ഗൈസ്, I really recommend that you guys watch this series. It is a must watch. It's a binge watch എന്ന് പറയാൻ പറ്റൊരു സീരീസാണ്. അപ്പോൾ പെൻഗ്വിൻ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ബൈ ബൈ.